പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവലോകരക്ഷിതാവും സർവപരിപാലകമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോട് മുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഇസ്രാ സൂറയിലെ തുടക്കത്തിൽ വചനമാണ് കൽപ്പിച്ചത്. വിശ്വാസികൾ നിലക്ക് മനസ്സിരുത്തേണ്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ചുരുങ്ങിയ സമയങ്ങൾ ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി അല്ലാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക് അറിവ് നേടുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മളൊക്കെ വിവിധ തട്ടുകളിലാണ്. അറിവ് നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉള്ള അറിവ് കൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ഭൗതിക വിഷയങ്ങളൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയും ശുഷ്കാന്തിയും പുലർത്തുകയും അതിനെത്ര പൈസ ഒഴിക്കാൻ എടുക്കാവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ദീനിന്റെ കാര്യങ്ങളിൽ നിൽക്കുന്നതിനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ മിക്കതും കാണാൻ സാധിക്കുന്നത്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അല്ലാഹു ഉയർച്ച നൽകുമെന്ന് പറഞ്ഞവരാണ് അറിവ് നേടുന്നവരാണ്. അറിവ് നേടുന്നവർക്ക് അല്ലാഹു അനുഗ്രഹം നൽകുമെന്നാണ്. വിജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവർക്ക്, പരിശ്രമിക്കുന്നവർ റസൂലുള്ളാഹി പറയാ, മനസ്സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. മനസ്സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ. അറിവന്വേഷിച്ചുകൊണ്ട് സഹോദരന്റെ വഴിയിൽ ഇറങ്ങിയാൽ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. അറിവ് നേടണം, വിജ്ഞാനം നേടണം, ദീൻ അറിയണം, ഇസ്ലാം പഠിക്കണം. അതിന്റെ കൃത്യതയിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സുഹൃത്തിന് വഴിയിൽ ഇറങ്ങിയാൽ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തായാലും അറിവന്വേഷിച്ച് ഇറങ്ങാതെ തന്നെ വലിയ പുണ്യം. സ്കൂൾക്ക് പോയാലും കൂലിയാണ്, കോളേജിൽ പോയാലും കൂലിയാണ്, ഖുർആൻ ക്ലാസ്സിലെ കൂലിയാണ്. എവിടേക്ക് ഇറങ്ങിത്തിരിക്കൽ ദീൻ ഉദ്ദേശിച്ച്. എന്നാൽ അറിവൊരിക്കലും ദൈവനിഷയത്തിലേക്കോ ദൈവ നിരാസനത്തിലേക്കോ എത്താൻ പാടില്ല എന്ന് മാത്രം. ഇപ്പൊ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, മറ്റുള്ള ഭൗതിക വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥി, ആ പഠനമൊക്കെ സിദ്ധാവിന്റെ സത്യവൈഭവത്തെ പറ്റി മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയ്ക്കോ എത്തണം. വാനാലോകത്തെ പറ്റി പഠിച്ച് അതിന്റെ അത്ഭുതങ്ങളിലൂടെ യാത്ര ചെയ്ത് ഒരു സിദ്ധാവിന്റെ സാന്നിധ്യം ഇവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന അറിവല്ല വേണ്ടത്. മറിച്ച് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊന്നും റബ്ബേ നീ വൃഥാവിലല്ലോ സൃഷ്ടിച്ചത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലികുലിൽ അൽബാബ്. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോ അവന്റെ ബുദ്ധി, അവന്റെ അന്വേഷണവും അവന്റെ പഠനവും ചെന്നെത്തിക്കുന്ന എവിടെയാണ്? ഇതൊന്നും വൃഥാവിലല്ലോ റബ്ബേ. തൊട്ടടുത്തവൻ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. വല്ലവനെയും അല്ലാഹു നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവൻ അപമാനിതനാണ്. അല്ലാഹു എന്നെ അടിയനെന്ന നിലക്ക് എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ലേ. ആ പ്രാർത്ഥിക്കാനുള്ള ഒരു ഉള്ളുവിളി എവിടെ തന്നെ അറിയുന്നതാണ്. അള്ളാഹിനെ ബോധ്യപ്പെടുമ്പോഴാണ്, സൃഷ്ടാവിനെ മനസ്സിലാകുമ്പോഴാണ്. നല്ല അറിവുള്ളവൻ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? നമ്മൾ പലപ്പോഴും നല്ല അറിവുള്ള ആളാണ്, ഭയങ്കര ആളാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളതൊക്കെ പറയാറുള്ള എന്താണെന്ന്, ഭൗതിക വിജ്ഞാനങ്ങളിലും കുറെ സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ ഒരാൾ നേടുമ്പോ ഭയങ്കരനാണെന്ന് പറയും. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ ആണെങ്കിൽ അറിവുള്ളവനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം. യഥാർത്ഥ അറിവുള്ളവൻ ആരാണെന്നോ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ കഴിവുറ്റൊരു നാഥനുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും പഠനങ്ങളിലൂടെ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റിയെങ്കിൽ ആ കണ്ടെത്തിയവനേക്കാൾ വലിയ അറിവുള്ള ലോകത്തിൽ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അറിവ് നേടാനുള്ള വഴികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അത് വിശ്വാസികളുടെ ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി പറയാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ. ഹദീസ് ഇങ്ങനെ കേൾക്കുമ്പോ പ്രാർത്ഥനയോടെ ആയിരിക്കണം ഈ സദസ്സിൽ ഞാൻ നിങ്ങൾ ഇരിക്കേണ്ടത്. ഒരടിമയിലുള്ള നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരടിമ നന്മയിലാകണമെന്ന് റബ്ബ് ആഗ്രഹിച്ചാൽ, ഉദ്ദേശിച്ചാൽ, മതത്തിൽ അവൻ അറിവ് നൽകുമെന്നാണ്.
അടിമയിൽ നന്മ ഉണ്ടാകുമ്പോൾ നന്നാകും നന്നാക്ക് തോന്നിയാലും ദീനിയായ അറിവ് കൊടുക്കുന്നുണ്ടാവും. വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് അപകടത്തിൽപ്പെടാൻ പറ്റിയിട്ടുണ്ടെന്ന് ആലോചിക്കും. ദീനിയായ അറിവ് അതിനെന്താ വഴിയുള്ളൂ? ഇപ്പൊ ഖുത്ബ കേൾക്കുക എന്ന അറിവ് നേടാൻ ഒരു മാർഗം, ഒരു ദീനിന്റെ മജ്‌ലിസിൽ വരുന്ന മാർഗമാണ്. വായന പ്രിയപ്പെട്ടവരെ അതിലേക്കുള്ളൊരു വഴിയാണ്. ആ നിലയ്ക്ക് നമ്മൾ ദീനിയായ അറിവുകൾ ആർജിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോകണം. അതിന് പ്രായം വലിപ്പം വ്യത്യാസമില്ല. ചില ആളുകളൊക്കെ പറയും കുഞ്ഞൊക്കെ പഠിച്ചാൽ തലയിൽ കയറും, തലയിൽ നിൽക്കണില്ല, ഓർമ്മ നിൽക്കണില്ല, അതൊന്നും പറയാൻ പാടില്ല. മരിക്കുന്നത് വരേക്കും ഒരു വിശ്വാസി മനോഗതിയുള്ളവനാകണം. പറഞ്ഞില്ലേ, വഹി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനോടുള്ളവരെ അറിവ് വർദ്ധിപ്പിച്ചു നൽകണേ, അറിവ് വർദ്ധിച്ചു തരണേ, അറിവിനെ നീ സിയാദത്ത് വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി ആവശ്യപ്പെടുകയാണ്. നബിയോടുള്ളവരെ ആരാ വഴി കിട്ടുന്ന പ്രവാചകൻ? ദിവ്യ വഴിപാട് കിട്ടുന്ന റസൂലുള്ളാഹിയോട് ഈ ആയത്ത് എവിടെ വന്നെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ത്വാഹ സൂറയിലാണ്. ജിബ്രീൽ എന്ന മലക്ക് മഹാനായ പ്രവാചകന് വഴി ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ലാഹു റസൂലായ നിരക്ഷരനാണ്, മുത്തറസൂലായ എഴുത്തുമാനിയും അല്ല പഠിപ്പിച്ചിട്ടില്ല. അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകന് വഴി കിട്ടുമ്പോ എവിടെയെങ്കിലും കുറിച്ചു വെക്കാൻ റസൂലുള്ളാഹി കിതാബ് അറിയില്ല. റസൂലുള്ളാഹിയുടെ ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് മറ്റുള്ളവരെക്കാളും നൽകി. അതുകൊണ്ട് പ്രവാചകൻ അല്ലാഹു നൽകുന്ന വഹിയെ എന്നെ മറവിയാൽ തന്റെ ഉമ്മത്തിന് കിട്ടാതിരിക്കുമോ എന്ന ആശങ്ക പ്രവാചകൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് വഹി ഇങ്ങനെ കിട്ടുമ്പോ ആവർത്തിച്ചുകൊണ്ട് ഏറ്റി ചെല്ലും. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയപ്പോൾ നബിയോടുള്ള പറയാണ്, നബിയേ ഒരിക്കലും തങ്ങൾ ധൃതി കാണിക്കണ്ട. റസൂലുള്ളാഹി പറയാണ്, നീ ഒരിക്കലും ധൃതി കാണിക്കണം. ഖുർആൻ കൊണ്ട് നബിയെ താങ്കൾ ധൃതി കാണിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ ജിബ്രീൽ എന്ന മലക്ക് നിനക്ക് വഹി നൽകട്ടെ, അത് നീ ശേഷം ഏറ്റുചൊല്ലിയാൽ മതി. നീ പറഞ്ഞോ, അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടാ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും ഇൽമിനെ വർദ്ധിപ്പിച്ചു തന്നെ എന്ന് ഹൃദയ സാന്നിധ്യത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? പ്രഭാതത്തിൽ ദിക്ർ ചെല്ലാറുണ്ട്. അറിവ് നേടാനുള്ള പ്രാർത്ഥനയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. സംസം വെള്ളം കുടിച്ചാലുള്ള പ്രാർത്ഥനയിൽ അറിവ് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. സംസം കുടിച്ചിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാല് എന്തുദ്ദേശിച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ലക്ഷ്യത്തിലേക്ക് എത്തുന്ന റസൂൽ പറഞ്ഞ വിഷയമാണ്. സംസം കുടിച്ചുള്ള പ്രാർത്ഥന, സംസം വെള്ളം കുടിച്ചുള്ള പ്രാർത്ഥനയിലും കാര്യപ്പെട്ട പ്രാർത്ഥന എന്താ? അറിവ് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ നാഫിയായതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? അറിവ് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ വ്യാപൃതരാണ്. ഒട്ടുമിക്ക ദീനിയായ കാര്യത്തിൽ നമുക്ക് അറിവില്ല. ഇപ്പൊ ജമ്മും കസർ എങ്ങനെ അറിയാത്തവരുണ്ട്. നിസ്കാരത്തിന്റെ ദീനിയായ പ്രാഥമിക കാര്യങ്ങളിൽ പോലും അറിയാത്ത ആളുകൾ. ജമ്മു കസർ എങ്ങനെ? യാത്രയിലെ ഏതൊക്കെ നിസ്കാരം ജമ്മാക്കാം, ഏതൊക്കെ നിസ്കാരം കസറാക്കാം അറിയാത്തവർ ഈ ഒട്ടുമിക്ക ആളുകളുണ്ട്. നിസ്കാരത്തിന്റെ പല വിഷയങ്ങളെ പറ്റിയും അറിയാത്തവരുണ്ട്. വിശ്വാസികളെ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന അറിയാത്തവരുണ്ട്. മിഅ്റാജ് നോമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇസ്രായേൽ മിഅ്റാജ് നോമ്പുണ്ടോ, റജബ് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴോ, ഇവിടുത്തെ ആളുകൾക്ക് സംശയം വരുമ്പോഴോ എത്രയോ കാലങ്ങളായി മിഅ്റാജും ഇസ്രായേലും ഇസ്ലാമികമായ ഒരു മോചനത്താണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്ത് നോമ്പോ, ഒരു സുന്നത്ത് നമസ്കാരമോ, ഒരു ദിക്റോ ദുആയോ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എന്ന് ഈ മിമ്പറിൽ വെച്ചെന്നെ ഈയുള്ളവൻ എത്രയോ തവണ സംസാരിച്ചതാണ്. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് സംശയം വരുന്നു? തഹ്ഖീഖാകാത്തതുകൊണ്ടാണ്. തഹ്ഖീഖാകണം. ഒരു വിഷയം കോൺക്രീറ്റ് ആകാറില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്താ ഖുർആൻ, എന്താ സുന്നത്ത്, എന്താ പ്രവാചകന്റെ വചനങ്ങളുടെ പൊരുൾ അറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വേണ്ടി പ്രാർത്ഥിച്ചോ, അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ട നാഫിയായ ഇൽമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടുകൂടി ഉപകാരമില്ലാത്ത അറിവിന് തൊട്ട് കാവലിനെ തേടാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ
വമിൻ ഖൽബിൻ ലാ യഖ്ശൽ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹു. റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് അല്ലാഹ് നിന്നോട് ഞാൻ കാവലിനെ തൊടുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ തൊട്ട് കാവലിനെ തൊടുന്നു. നിന്നെ പേടിക്കാത്തൊരു മനസ്സ് പടച്ചോനിക്ക് വേണ്ട. റസൂലിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ കർത്തവ്യത്തിൽ നിങ്ങൾ ആലോചിച്ചു. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്നില്ലെങ്കിലോ അല്ലാഹ് കാവലിനെ തേടുകയാണ്. വിശ്വാസികളെ, തഖ്വയില്ലാത്തൊരു മനസ്സ് നമുക്ക് വേണ്ട. നിന്നെ ഭയപ്പെടുന്ന ഒരു മനസ്സാണ് എനിക്കും നിങ്ങൾക്ക് വേണ്ടത്. അല്ലാഹ് നിന്നെ ഭയപ്പെടാത്തൊരു മനസ്സ് നീ എനിക്ക് നൽകല്ലേ. ഹബീബായ പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സകലതും പഠിക്കണം. പഠനകാലത്തിൽ ഒരിക്കലും പിറകോട്ട് പോകരുത്. ദീനിന്റെ വിജ്ഞാനത്തിന്റെ വേദികൾ എവിടെയുണ്ടെങ്കിലും നിറഞ്ഞ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കണം. നബിയുടെ സഹാബത്തൊക്കെ എത്ര കൊല്ലം കൊണ്ടാ ദീൻ പഠിച്ചത്? നമ്മളൊക്കെ കല്ലാനെ തോന്നിക്കൊണ്ട് അല്ലേ, ഒരു കുട്ടി ചെറിയൊരു പൈതലിനെ കൊണ്ട് ഇങ്ങനെ കയറി വരുന്ന ആ പ്രായം മുതൽ പള്ളിയും ഖുത്ബയും മലയാളത്തിലെ പ്രസംഗവും ഖുത്ബയൊക്കെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നാട്ടുകാരാണ് ഇടത്തനാട്ടുകാരക്കാരായ ഞാൻ നിങ്ങൾ. അറിവ് നേടാൻ എത്ര അവസരങ്ങളാണ്, എത്ര ചാൻസുകളാണ്. എന്നിട്ടും നമുക്ക് ദീനിന്റെ പ്രാഥമികമായ വിഷയത്തെ പറ്റി ജ്ഞാനമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ ഗൗരവത്തോടു കൂടി കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ അരികിൽ നമുക്ക് ഉയർച്ച വേണോ, അറിവ് കിട്ടണം. അതാണ് റസൂൽ പഠിപ്പിച്ച ഹദീസ്. മയ്യിരിദില്ല ഹദീസ് എല്ലാവരും ഇങ്ങനെ കേട്ടോ. ഒരാളിൽ ഹൈർ ഉണ്ടാകുമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചു പോയാൽ ഒരു ദീനിയായ അറിവിൽ ദീനിന്റെ കാര്യത്തിൽ ഒരു തുറവിയുള്ള മനസ്സിന് കൊടുക്കുന്നു. അവൻ ദീന് പഠിക്കും. സൂറത്ത് മുജാദിലയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അറിവുള്ളവരെ പടച്ചവൻ ഉയർത്തുമെന്നാണ്. അല്ലാഹു ഉയർത്തുന്നവർ, അല്ലാഹു ഉയർച്ച നൽകുന്നവർ, റഹ്മാനായ റബ്ബിന്റെ സ്വീകാര്യതയുള്ളവർ. യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികൾക്ക് അല്ലാഹു ഉയർച്ച നൽകും. പിന്നെയോ വല്ലദീന ഊതുൽ ഇൽമ, അറിവുള്ളവർക്കും വിജ്ഞാനമുള്ളവരെ അല്ലാഹു ഉയർത്തും. ദറജാത്ത്, പല പദവികളിലൂടെ ഉയർത്തുമെന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വർസുഖ്നി ഇൽമൻ യൻഫഉനി വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഫഅനി ബിമാ അല്ലംതനി. അല്ലാഹു ഉപകാരമുള്ള നീ എന്നെ പഠിപ്പിക്കണേ. വിശ്വാസികളെ, പ്രാർത്ഥന നമുക്കറിയില്ല, പഠിക്കണം. ഒരു കാര്യത്തെ പറ്റി നമുക്ക് കൃത്യതയില്ല, കൃത്യമായി അറിയുന്നവരോടതാണല്ലോ. അറിയാത്തത് അറിയില്ല എന്നത് അറിയിൽ വലിയൊരു അറിവാണ്. ഒക്കെ അറിയുന്ന വിചാരിച്ച് നടിക്കുന്നത് അഹങ്കാരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിൽ ആരോടും ചോദിക്കണം. ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിൽ അത് അറിയണവരോട് ചോദിക്കണം. എന്നിട്ടത് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ വിഷയം പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹിന്റെ കൈകളിലൂടെ പ്രകടിപ്പിച്ച ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. നമുക്കറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? മുഅ്ജിസത്ത് എന്താണ്? അമാനുഷിക കഴിവ്. അമ്പിയാക്കളാണെന്ന് മാലോകരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു പ്രകടിപ്പിക്കുന്ന തെളിവുകളാണ് മുഅ്ജിസത്ത്. അത് പ്രവാചകന്മാരെ സംബന്ധിച്ചത് ഇഷ്ടാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാഹു അവരോട് പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് പ്രകടമാകുന്നേ ഉള്ളൂ. അല്ലാതെ വെരി മുഅ്ജിസത്ത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. മഹാന്മാരായ അമ്പിയാക്കൾക്കൊക്കെയും അങ്ങനത്തെ മുഅ്ജിസാത്തുകൾ നൽകിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. വടിയാണ് മുഅ്ജിസത്ത്. അല്ലാഹു റസൂൽ അങ്ങനത്തെ ഒരു വടി കൊടുത്തില്ല. എന്തേ കാരണം? ഈ നബി അന്ത്യദിനം വരേക്ക് നിലനിൽക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൽ ലിനാസി ബശീറൻ വനദിറാ. ഖിയാമത്ത് നാൾ വരേക്ക് നിലനിൽക്കേണ്ട പ്രവാചകനാണ് മുഹമ്മദ് നബി. ആ പ്രവാചകൻ എന്ന മുഅ്ജിസത്തിൽ പരിശുദ്ധ ഖുർആനാണ്. മൂസാ നബിയുടെ മുഅ്ജിസത്തിൽ നിന്ന് വടിയാണ്. ആ വടി കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഒരു പാറം അടിക്കുന്ന സമയത്ത് ആ പാറ പൊട്ടിപ്പിളർന്ന് 12 നീരുറകളായി മാറുന്നു. അല്ലാത്തൊരു കുതിരത്തില്ലത്. സൂറത്ത് ബഖറയിലല്ലേ പറഞ്ഞത്? അല്ലേ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ. ഏതേ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആയത്തിനെ കേൾക്കുന്ന സമയത്ത് വിശ്വാസികളെ, റഹ്മാനായ റബ്ബിനെ വിശ്വാസം നമുക്ക് സുദൃഢമാകാവട്ടെ. അത് എത്ര കുതിരത്തുള്ളവനാണ്. മൂസാ നബി, മൂസാ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണം. 12 ഗോത്രങ്ങൾ ഞങ്ങളുണ്ട്. 12 ഗോത്രക്കാർക്ക് സെപ്പറേറ്റ് അരുവികൾ വേണം. ഓർക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ മനസ്സില്ല. പാവപ്പെട്ട മൂസാ നബിയോട് എന്ന് പറഞ്ഞു, മൂസാ നബി തന്റെ അനുജന്മാർക്ക് വേണ്ടി അല്ലാഹുവോട് ഇസ്തിസ്ഖാ നടക്കുകയാണ്, പ്രാർത്ഥിക്കാൻ. അപ്പൊ അല്ലാഹു പറഞ്ഞു, അപ്പൊ കയ്യിലൊരു വടിയുണ്ട്.
മൂസാ നബിക്കറിയില്ല ഈ വടികൊണ്ട് ഒരു അടിയടിച്ചാല് അത്ഭുതം സംഭവിക്കുന്നു. മൂസാ നബിക്കറിയില്ല. അല്ലാഹു പറയാം, വിശ്വാസികളെ ആയത്തിനെ കേൾക്കുമ്പോ കരുണാവാദിയ റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കണം. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഒരു പാറം അങ്ങനെ അടിക്കുന്നു, അടിയുടെ ഊക്കൊണ്ട പൊട്ടി പിളർന്നത് റഹ്മാനായ റബ്ബിന്റെ ഇടപെടലാണത്. അതാണ് മുഅ്ജിസത്ത്. അല്ലാഹു പറഞ്ഞു, മൂസാന്റെ വടി കൊണ്ട് പാറയെ അടിക്കണം. പന്ത്രണ്ട് നീറമുകൾ ഇങ്ങനെ പൊട്ടിയൊഴുകി. കിണറ് കുടിക്കുന്നില്ല. അല്ലാഹുവിന്റെ തൗഫീഖ്. എല്ലാവർക്കും അറിഞ്ഞു, ഓരോരുത്തർക്കും ഓരോരോ നീറമുണ്ട്. ഓരോ പുഴയുടെ ഒഴുകുക എന്നുള്ള അത് മുഅ്ജിസത്താണ്. മൂസാ നബിയിൽ വിശ്വസിക്കാൻ ആ ജനങ്ങൾക്ക് ഈമാനികമായ കരുത്തുണ്ടാകാൻ അല്ലാഹു പ്രകടിപ്പിച്ച മുഅ്ജിസത്താണ്. ഈ വടി കൊണ്ട് എന്തുണ്ടായി? മഹാനായ മൂസാ നബിയും ഫിർഔൻ കൂട്ടരും തമ്മിൽ ഭയങ്കര മത്സരം ഉണ്ടായി. എന്താ ഉണ്ടായത്? വടിയിട്ട് പാമ്പാക്കുക എന്ന മുഅ്ജിസത്ത് മൂസാ നബി ഫിർഔനോട് പറഞ്ഞപ്പോ, എന്നൊക്കെ തോൽപ്പിക്കാൻ നമ്മൾ താഴുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മത്സരം സംഘടിപ്പിച്ചു. ആ സംഭവം വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അവസാനം മൂസാ നബി അൽഹംദുലില്ലാഹ് വിജയിക്കാണ്. മൂസാ നബിയെ തോൽപ്പിച്ചിട്ട് കൊട്ടാരത്തിൽ വലിയ പദവി കിട്ടുമെന്ന് ആഗ്രഹിച്ച ആളുകൾ തോറ്റ് പോവുക. അതിലുപരി അവർ മൂസാ നബി വിശ്വസിച്ചു. അതിൽ പിന്നെ ഫിർഔന്റെ അടുത്ത അടവെന്താണെന്ന് മൂസാ നബിനെയും കൂട്ടിനെയും കഠിനമായി മർദ്ദിക്കുക എന്നതിലേക്ക് ഒരു വഴിമാറുന്നു. അതിന് മൂസാ നബി പറഞ്ഞു, പൊയ്ക്കോ. നാട് വിട്ടുപോകാൻ മൂസാ നബിയോട് വിശ്വാസികളോട് റഹ്മാനായ റബ്ബ് ആവശ്യപ്പെടുകയാണ്. വിശ്വാസികളെ സമുദ്രതീരത്തെത്തുന്നു. അവിടെയും റഹ്മാനായ റബ്ബ് മൂസയോട് പ്രകടിപ്പിക്കുകയാണ്. ഫലമ്മാ തറാ അൽ-ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബി വിശ്വാസികൾ പറഞ്ഞു, വേഗം പോന്നോളി. ഈ സമുദ്രം കടന്നിട്ട് അപ്പുറത്തേക്ക് ഒരു പ്രദേശം അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അയച്ചു കൂട്ടാം. ഇവിടെ വന്നാൽ ഇനി നമുക്ക് ജീവനെ പേടിയാണ്, പ്രയാസമാണ്. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മൂസാ നബി വിശ്വാസികളെ കൊണ്ട് സമുദ്രതീരത്തെത്തുകയാണ്. മൂസാ നബിയോട് പറഞ്ഞു, അവര് നിന്നെ പിന്തുടരുമെന്ന് മൂസാ നബിയോട് അല്ലാഹു അറിയിച്ചിരുന്നു. സമുദ്രതീരത്തെത്തിയപ്പോ എന്ത് ചെയ്യുമെന്നറിയാതെ വിശ്വാസികൾ വല്ലാതെ വേദനയിലാകുന്നു. മുന്നോട്ട് നോക്കുമ്പോ സമുദ്രം, പിറകിലേക്ക് നോക്കുമ്പോഴോ ഫിർഔൻ കൂട്ടരും ഇവരെ പിടികൂടി വെട്ടി നോക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അനുജന്മാർ പറഞ്ഞ ആയത്താണത്. അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, മൂസാ നമ്മളെ പോലെ പിടികൂടൂലേ, നമ്മളെ പിടികൂടൂലേ, നമ്മളെ കൊല്ലൂലേ, എന്നിട്ടാ ഞങ്ങൾ നീ കൊണ്ടുവന്നത്? മഹാനായ മൂസാ നബിയോട് വെച്ച് പറഞ്ഞൊരു വാക്ക് എന്താണെന്നോ, കാലക്കല്ലാ ഇന്ന വഴിയ റബ്ബീ സയഹ്ദീൻ. ഈ ഖുത്ബ കേൾക്കുന്നവരെ, നമ്മുടെ റബ്ബിന്റെ വിശ്വാസം നമുക്ക് സുദൃഢമാകാൻ നമുക്ക് ധൈര്യം നൽകുന്ന ഒരു ആയത്താണിത്. മൂസാ നബി പറഞ്ഞു, പേടിക്കണ്ടോ. ഇന്ന വഴിയ റബ്ബീ സയഹ്ദീൻ. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോ, നമ്മുടെ റബ്ബിനെ പറ്റി ഇങ്ങനത്തെ വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അല്ലാത്തൊരു കരുത്തിന്റെ വാക്ക്. എന്തിനാണ് ആ പേടിക്കുന്നത്? ഇന്ന വഴിയ റബ്ബീ സയഹ്ദീൻ. അല്ലാഹ് നമ്മളെ കൂടെ അല്ലേ, പിന്നെ ഞങ്ങൾ പേടിക്കണം. മൂസാ നബിക്ക് ധൈര്യമാണ്. ഇന്ന് എന്താ ഇത് ഇവിടെ നടക്കാൻ പോണെന്ന് മൂസാ നബിക്ക് അറിയണില്ല. വിശ്വാസികളെ, അത് യഥാർത്ഥത്തിൽ കൂടെയുള്ളവരുടെ വിശ്വാസത്തിന്റെ മാറ്റൊന്നു നോക്കാനുള്ള പരീക്ഷണമായിരുന്നു. എത്രമാത്രം ഈമാന്റെ ഉറപ്പുണ്ട് എന്ന് അറിയാനുള്ള പരീക്ഷണം തന്നെയാണ്. ഓലെ കറക്റ്റ് അല്ലാഹ് ബോധ്യപ്പെട്ടപ്പോ അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, ഫദ്രിബ് ബിഅസാകൽ ബഹർ. അവിടെയും വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ. അതാണ് മുഅ്ജിസത്ത് പ്രിയപ്പെട്ടവരെ. ഫദ്രിബ് ബിഅസാകൽ ബഹർ ഫൻഫലകൽ ബഹറു വകാന കുല്ലു ഫിറഖിൻ കത്തൗദിൽ ലദീം. സമുദ്രം വഴി മാറിയിട്ട് അവർക്ക് പോകാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാകും. ഞാൻ പറഞ്ഞെന്താണ് വിശ്വാസികളെ, എന്താ അവിടെ സംഭവിച്ചത്? അള്ളാന്റെ ഇടപെടലാണ്, അള്ളാന്റെ കുദറത്താണ്. സമുദ്രം രണ്ടായി പിളരുന്നു. മൂസാ നബി വിശ്വാസികൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ നടപ്പാത കണ്ട ഫിർഔനും കൂട്ടരും
അതുവഴി ഇറങ്ങണം, നടുവിലെത്തണം. അള്ളാഹുവിന്റെ തീരുമാനമോടെ നടപ്പാവുകയാണ്. ഞാനാണ് റബ്ബെന്ന് വാദിച്ച ധിക്കാരിയായ ഫറോവയെ വിശ്വാസിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പ് കൈകാര്യം ചെയ്യുകയാണ്. കൂട്ടങ്ങൾ നോക്കി നിൽക്കെ അഹങ്കാരിയെ കൈകാര്യം ചെയ്ത് പടച്ചറപ്പ്. ഞാൻ പറഞ്ഞെന്താണ് വിശ്വാസം? ഇത് മോചിതത്താണ്. ഇതുപോലൊരു മോചിതത്താണ് മഹാനായ റസൂലുള്ളാഹിയുടെ പ്രകടിപ്പിച്ച മോചിതത്താണ് ഇസ്രാ മിഅ്റാജ്. ഇസ്രാ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? രാവിലെ യാത്ര ചെയ്തുള്ള. മിഅ്റാജ് എന്നാലും അവനൊരു കാര്യം പോയി അള്ളാന്റെ കുതിരത്താണ്. ഈ ലോകമൊക്കെ വിശ്വാസികളെ സെക്കൻഡുകൾ കൊണ്ട് ചുറ്റിക്കൊണ്ടുവരാൻ റഹ്മാനായ റബ്ബിന് സാധിക്കും. അവൻ കഴിവുള്ളവനാണ്. നമ്മുടെ ചുരുങ്ങിയ കഴിവിന്റെ പരിമിതിയെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷെ വിശ്വാസികൾക്ക് ഇത് സാധ്യമാകും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹ് എത്ര തസ്ബീഹിന് അർഹനാണ്. എത്ര അല്ലാഹുവിനെ പ്രകീർത്തിച്ചാലും മതി വരില്ല. അവനാരാ? തന്റെ അടിയനെ കൊണ്ട് യാത്രയാണ് ചെയ്യിപ്പിച്ചവനാണ്. മിനൽ മസ്ജിദിൽ ഹറാം, മക്കത്തെ പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതിനായിട്ട്. ചിലതൊക്കെ നബിക്കാൻ കാണിച്ചു കൊടുക്കാൻ തന്നെ ജിബ്രീൽ എന്ന മലക്കൊക്കെ അകമ്പടിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ കൊണ്ടത്. അത് വലിയ അത്ഭുതം. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഈമാൻ കൊടുക്കും. അള്ളാഹുവിന്റെ കുദറത്താണല്ലോ അത്, അള്ളാഹുവിന്റെ ശക്തിയാണല്ലോ അത്. സത്യനിഷേധികൾ, ദീനിനെ പരിഹസിച്ചവർ, മതത്തെ മോശമായി കണ്ടവർ, നബിയെ മോശമായി കണ്ടവർ ഇത് പരിഹാസത്തിനൊരു വഴിയായി സ്വീകരിച്ചു. വലയിനെ കളിയാക്കി, വലയിനെ പരിഹസിച്ചു. പല നിലക്കും മുത്തറസൂലിനെ വിഷമിപ്പിക്കാൻ വേണ്ടി സംഭവം എടുത്തുദ്ധരിച്ചു വിശ്വാസികളെ. പക്ഷേ ഈമാനുള്ളവർക്ക് അള്ളാഹുള്ള വിശ്വാസം വർദ്ധിച്ചു. നമ്മളത് കേൾക്കുന്ന സമയത്ത് ഈ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഇത് അള്ളാഹുവിന്റെ കുദറത്താണ്, അള്ളാഹ്ക്ക് കഴിയും. അവിടെ പോയിന്നല്ല, മിഅ്റാജ് നടത്തിയില്ലേ, ഏഴാകാശങ്ങൾ ചുറ്റിക്കറങ്ങി മഹാനായ റസൂലുള്ളാഹി തിരികെ എത്തുകയാണ്. തന്റെ സഹാബത്തിനോട് കൃത്യമായി റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന രൂപത്തിലൊക്കെ സംഭവിച്ചു. അവർക്ക് വിശ്വാസികൾക്ക് അത് കേട്ട സമയത്ത് ഭയങ്കര അള്ളാഹുള്ള വിശ്വാസത്തിന്റെ കരുത്ത് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മളിത് കേൾക്കുമ്പോ ഇത് അള്ളാഹുവിന്റെ പ്രവാസികളോട് അള്ളാഹു പ്രകടിപ്പിച്ച വലിയൊരു മോചിതത്താണ്. മുഅ്ജിസത്ത് എന്ന വാക്കിന്റെ അർത്ഥം അമാനുഷിക കഴിവ്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മാക്കാലി പോയി അല്ലേ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. മാക്കാലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അയകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലേ റസൂൽ ഒരു കാര്യം അറിയിച്ചാൽ പിന്നെ നമുക്ക് അതിൽ ആലോചിക്കേണ്ട വിഷയം സമീന വഅത്വന ഗുഫ്രാനക റബ്ബന. അല്ലാഹ് ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്ന പേര് വന്നത് ഇതോടനുബന്ധിച്ചാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആദ്യമായി മതത്തിലേക്ക് നബിയിൽ വിശ്വസിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഇത് ആയുധമായി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അബൂബക്കറിനോട് പോയിട്ട് പറഞ്ഞു, അബൂബക്കർ, മുഹമ്മദ് നബിയെ നീ വിശ്വസിച്ച ആളല്ലേ, ഒന്നാമത്തെ ആളൊക്കെ തന്നെയാണല്ലോ. മുഹമ്മദ് നബി ചില അബദ്ധങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ആവശ്യം ചിലതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ പറയണമെങ്കിൽ നമുക്ക് അറിയില്ലേ ചോദിച്ചു. അപ്പൊ എന്താന്ന് ചിന്നിന്റെ രൂപത്തിൽ അല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇതിലേറെ വലിയ കാര്യങ്ങൾ ആ മനുഷ്യൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണ്. നരകം, സ്വർഗം, ഖബർ, വിചാരണ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുകയും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞാനാണ്. എനിക്കൊരു സംശയത്തിന്റെ ഒരു അംശമല്ല. ഇത് കേട്ട സമയത്ത് മഹാനായ റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന് പേര്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ, ഈ യാത്രയിൽ റസൂലുള്ളാഹി കൊണ്ടുവന്ന സമ്മാനമാണെന്ന് 5 നേരം നിസ്കാരം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ആഴ്ച കഴിയും ഏതെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ടോന്ന് ആലോചിക്കും. കുട്ടികളെ നോക്കി, സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ, കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരേക്ക് എത്രയും ഏതെങ്കിലും നിസ്കാരം നഷ്ടപ്പെട്ടോ? നമുക്ക് ഒരു മുസ്ലിം നഷ്ടപ്പെടാൻ പാടില്ല, ഒരു നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് ആഫിറാണ്, സത്യനിഷേധിയാണ്. ശ്രദ്ധിച്ചോർക്കപ്പെട്ടവരെ, അല്ലാഹു റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയി അത്യത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോ ഈ ഉമ്മത്തിന് കിട്ടിയ ഒരു സമ്മാനമാണ് 5 നേരത്തെ നമസ്കാരം. നമ്മൾ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ഇതിലൊക്കെ ശ്രദ്ധ ഉണ്ടോ? സൂക്ഷ്മതയുണ്ടോ? കണിശതയുണ്ടോ?
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തത്തിന്റെ കാര്യത്തിൽ ആലോചിക്കണം. എന്റെ ജീവിതത്തിൽ നിസ്കാരത്തിൽ എത്ര സൂക്ഷ്മതയുണ്ട്? എന്റെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിസ്കരിക്കുന്നുണ്ടോ? ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ? ഒരു മുസൽമാന്റെ ജീവിതത്തിൽ 99% ക്ലിയർ ആകാൻ നിസ്കാരം ഉണ്ടായിരുന്നു. എല്ലാരും ശ്രദ്ധിച്ചോളൂ. മഗ്‌രിബ് നിസ്കരിച്ചാൽ മാത്രം നിസ്കാരക്കാരിൽ പെടൂല. വെള്ളിയാഴ്ച ജുമഅക്ക് വന്നാൽ മാത്രം മുസ്ലിം ആകൂല, നിസ്കാരക്കാരിൽ പെടൂല. 5 നേരം നിസ്കരിക്കും. കൃത്യമായി നമസ്കരിക്കണം, ഉൾവിളിയോടുകൂടി നമസ്കരിക്കണം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, മിഅ്റാജിന്റെ വിഷയം കേൾക്കുമ്പോ, ഇസ്രായിന്റെ വിഷയം കേൾക്കുമ്പോ, അല്ലാഹു റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയി ലോകം ചുറ്റി കറങ്ങി തിരിച്ചു വന്ന പ്രവാചകൻ നമുക്ക് നൽകിയ സമ്മാനമാണ് 5 നേരത്തെ നമസ്കാരം. അതിൽ ശ്രദ്ധ പുലർത്താനും അതൊട്ടും നഷ്ടപ്പെടുത്താതെ വാശിയോടുകൂടി കറക്റ്റ് നിർവഹിക്കാനുള്ള തീരുമാനം വിശ്വാസികളെ നമ്മൾ കൈക്കൊള്ളണം. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ അടുത്തറിയുക, ഇസ്ലാം പഠിക്കുക, കാര്യങ്ങളെ പറ്റി കൃത്യതയിലേക്ക് നമ്മൾ എത്തുക, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുക, മനസ്സിലായ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. സ്വർഗ്ഗമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരുവരേക്കും അറിവ് നേടാൻ പരിശ്രമിക്കുന്നു, അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ പള്ളിയിൽ ജുമഅക്ക് വരുമ്പോൾ എന്റെ മുകൾ ഭാഗത്തുള്ള ആളുകളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അവിടെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുക, മൊബൈൽ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇതൊക്കെയാണെങ്കിൽ പള്ളിയിലേക്ക് വരാതിരിക്കലാണ് നല്ലത്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളും മുതിർന്നവരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കും. നമ്മൾ പള്ളിയിൽ ഖുത്ബക്ക് ഇരിക്കുക, നിങ്ങൾ ഖുത്ബ എങ്ങനെ കേൾക്കേണ്ട കയ്യിലുള്ള ഫോണിലാണെന്നുണ്ടെങ്കിൽ അള്ളാന്റെ അതാ പറഞ്ഞത് മേടിച്ചു, അത്രേ ഇതിനെ പറ്റി പറയാം. വാട്സപ്പിൽ എങ്ങനെ നോക്കേണ്ടെന്ന ഖുത്ബ കേൾക്കണ്ടോന്ന് കേൾക്കുന്നുണ്ട്. അള്ളാന്റെ അതാ ഇനി ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ ജുമുഅ ഖുത്ബ എന്ന് പറഞ്ഞാല്. അതിൽ ഫോണിൽ മെസ്സേജ് നോക്കിയാൽ അവന്റെ ഖുത്ബ ബാത്തിലായി, പിന്നെ ജുമുഅക്ക് വരേണ്ട ആവശ്യമില്ല. ഒരു മെസ്സേജിന്റെ ഒച്ച കണ്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് എല്ലാം നോക്കിയാൽ അവന്റെ ഖുത്ബ ബാത്തിലായി. ഇത്ര ഗൗരവമാണ്. ഒരാളിങ്ങനെ വർത്താനം ഒന്നും ഉണ്ടായിരിക്കടാന്ന് പറഞ്ഞാൽ രണ്ടാളി ജുമുഅ ബാത്തിലായി. അതാണ് സുഹൃത്ത് വാക്കല്ലേ, ഒരു കുട്ടിക്കളിയാ, ഒരു തമാശയാ. ഫോൺ വേഗം എവിടേക്കാണ് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ജുമുഅക്ക് വരുമ്പോ ഫോൺ കൊണ്ടുവരണ്ട. സ്കൂളിൽ നിന്ന് മറ്റും അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലത്ത് വരുന്ന ആളുകൾ ഈ ഫോൺ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ തുറക്കാൻ പാടില്ല. ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ ജുമുഅ ഖുത്ബ എന്ന് പറഞ്ഞാൽ, ആരാധനയാണ്. റസൂൽ പറഞ്ഞല്ലോ, ഖതീബ് മിമ്പറിൽ കയറിയാൽ സംസാരിക്കാൻ പാടില്ല. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്ത് തൊട്ടടുത്തിരിക്കുന്നവൻ സംസാരിക്കുന്നത് കാണുമ്പോ സഹിക്കവയ്യാതെ എന്താ സുഹൃത്ത് എന്ന് പറഞ്ഞ രണ്ടാളി ജുമുഅ ബാത്തിലായി മഹാനായ റസൂലുള്ളാഹി. ഇത്ര ഗൗരവമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ ശ്രദ്ധിച്ചോളൂ. അവിടെ ഈ വട്ടം കൂടിയിരുന്ന് നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ജുമുഅക്ക് നിങ്ങൾ വരരുത്. മറ്റൊരുത്തരുടെ ജുമുഅയും ബാത്തിലാക്കാൻ കാരണമായി തീരരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളോടായി ഞാൻ പറയട്ടെ, പള്ളി കയറിയ പിന്നെ സൈലന്റാണ്. ഇത് അള്ളാന്റെ വീടാണ്. നിങ്ങൾ ആരൊക്കെ ഇവിടെ വന്നു എന്ന് കണക്കെടുക്കുന്ന മലക്കുകളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഖതീബ് മിമ്പറിൽ കയറിയാൽ മലക്കുകളും ആ പ്രാർത്ഥനകൾക്കായി കാതോർത്തിരിക്കുമെന്നാണ്. ഈ അല്ലാഹുവിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത വർഗമാണ് പ്രിയപ്പെട്ടവരെ അവർ. അവരും ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നു, അവരും നമ്മളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ റെക്കോർഡ് ചെയ്യാൻ റഹ്മാനായ റബ്ബ് ചുമതലയേൽപ്പിക്കപ്പെട്ടവരാണ് അവർ. ഇന്നാലിക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. കറക്റ്റ് എഴുതി വെക്കുന്നുണ്ട്. ഗൗരവമാണ്. എവിടെ ഞാൻ പറയട്ടെ, പള്ളിയുടെ മഹത്വം തിരിച്ചറിയുന്നത്. ഇതിന്റെ ഇതൊക്കെ എന്താണോ ഇതേ നമുക്ക് ഉണ്ടാവും. ഇന്ന് ഞാനിങ്ങളോട് പറഞ്ഞു പോണാൻ ഇന്ന് ജുമാക്ക് വന്ന കൂലി നമ്മുടെ കൂടെ ഉണ്ടാകും. എത്ര ആളുകൾ ആ രോഗികളായി കിടക്കുന്നത്. ഇവിടെ വളരെ വേണ്ടപ്പെട്ട പലരും. ഇവിടെ ഏറ്റവും അടുത്ത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മോപ്പ വെച്ച ചെറുപ്പക്കാരൻ കിഡ്നിയുടെ പ്രയാസത്തിലാണ്, ചികിത്സയിലാണ്. എല്ലാവർക്കും അറിയാൻ പറയുമ്പോൾ അല്ലാഹു സഹോദരനെ ആ പ്രയാസത്തിന് കരകയറ്റുമാറാകട്ടെ. ഹൈറായ തീരുമാനത്തെ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ തോഫിക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ വീണിട്ട് പ്രിയപ്പെട്ടവരെ 4 വാരിയേറ്റ് പൊട്ടി. നമുക്കറിയാവുന്നവരാണ്, ആശുപത്രിയിലാണ്. അല്ലാഹു ആശ്വസ്തമാറാകട്ടെ. മനുഷ്യന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ.
കിഡ്നി തകരാറിലായവർ, ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുള്ളവർ, സ്ട്രോക്കിന്റെ പ്രയാസമുള്ളവർ, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നമ്മളതൊക്കെ ഒരു തുടർച്ചയായി കാണുന്ന മുഅ്മിനീങ്ങളെ ജീവിതം നന്നാക്കണം. അറിവ് നേടി ജീവിതത്തിൽ പകർത്താൻ ഒരുക്കമാണ്. ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു, നാളെ ഉണ്ടാകുമെന്ന് അറിയില്ല, നാളത്തെ അവസ്ഥ നമുക്കറിയില്ല. അതുകൊണ്ട് ഈ കളിയും ചിരിയും തമാശയും ഈ ശൈത്താനിയത്തിന്റെ പിറകിൽ യാത്രയാകാതെ അള്ളാഹുവിന്റെ ദീനിനെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. പള്ളിയിൽ വരുമ്പോഴുള്ള അതിന്റെ അദബും മര്യാദയൊക്കെ പാലിക്കണം. അതിന്റെ കൂലി നിങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടോട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യത്തിലും ശ്രദ്ധ പുലർത്താൻ സൂക്ഷ്മതയോടെ ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുവാനാകട്ടെ. അറിവില്ലായ്മയാൽ അവിവേകത്താൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളുള്ള പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുക്കുമാറാകട്ടെ. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഇബാദത്തുകളിൽ കൃത്യതയും കണിശതയും പുലർത്തുന്നവരുടെ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീനിയായ തുറവിയുള്ള മനസ്സ് നൽകുമാറാകട്ടെ. മരിച്ചുപോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈയിടെയായി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പല ആളുകൾ മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് അവർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين.